വായനകൾ ഇല്ലാതായി പോകുന്ന സമയത്ത് നാടിനു വേണ്ടി ഒരു പുതിയ വായനശാല സമ്മാനിച്ചിരിക്കുകയാണ് ബേവിഞ്ച അഴീക്കോടൻ നഗറിലെ നാട്ടുകാർ. EMS സ്മാരക വായനശാല കെട്ടിടം ഫെബ്രുവരി 17-ന് പി കരുണാകരൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. 1999-ൽ ആരംഭിച്ച വായനശാല നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിവിധ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 9 ലക്ഷം ഉൾപ്പെടെ 15 ലക്ഷത്തോളം ചിലവ് വന്ന വായനശാല നാട്ടുകാരുടെ കഠിന പ്രയത്നത്തിലും അധ്വാനത്തിലുമാണ് പൂർത്തീകരിച്ചത്. നിലവിൽ വായനശാലയിൽ 2000-ഓളം പുസ്തകങ്ങളുണ്ട്. ആധുനിക ഉപകരണങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെയും ഒത്തുചേരലിന്റെയും പുതിയ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് ഈ വായനശാല. നാട്ടിലെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാംസ്കാരിക സന്ധ്യയും വായനശാല ഭാരവാഹികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള ജനസേവന കേന്ദ്രമായി വായനശാലയെ മാറ്റിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ. EMSന്റെ നാമധേയം നൽകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. നമുക്കറിയാം, വായനയെയും എഴുത്തിനെയും പുസ്തകത്തെയും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സഖാ EMS. അതുകൊണ്ട് തന്നെയാണ് EMSന്റെ നാമധേയത്തിൽ ഇത്തരത്തിലുള്ള വായനശാല രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇതുവരെ പ്രധാനമായും ഈ വായനശാലയുടെ നല്ല രീതിയിലുള്ള പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായി നിന്നത് ഈ വായനശാലയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഇല്ല എന്നതുകൊണ്ടാണ്. ആ ഒരു പോരായ്മയാണ് സ്വന്തമായി ഒരു കെട്ടിട നിർമ്മാണത്തിൽ കൂടി ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. MP ഫണ്ടിൽ നിന്ന് 9 ലക്ഷം ലഭിച്ചപ്പോൾ വായനശാലയുടെ പൂർത്തീകരണം ആ തുകയിൽ മാത്രമായി അവസാനിക്കുന്നതല്ലായിരുന്നു. നാട്ടിലൊരു വായനശാല വന്നു കഴിഞ്ഞാൽ വായനയെ മറന്നു പോകുന്ന പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ നാട്ടുകാരും ഒത്തുകൂടിയപ്പോൾ EMS സ്മാരക വായനശാല ബേവിഞ്ച അഴീക്കോടൻ നഗറിൽ തല ഉയർത്തി നിന്നു. വായനശാലയുടെ പുതിയ കെട്ടിടം വന്നതോടുകൂടി വിദ്യാർത്ഥികളും നാട്ടുകാരും വലിയ ആഹ്ലാദത്തിലാണ്. ബേവിഞ്ച അഴീക്കോടൻ നഗറിലെ നാട്ടുകാരുടെ ഈ പ്രവർത്തനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നു തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.